ശ്രീ കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ അറിയുകയാണെങ്കിൽ മൂവാറ്റുപുഴ ഒരു വിജിലൻസ് അതോറിറ്റി ഒരു ഉത്തരവ് പാസാക്കിയിരുന്നു. എന്തായിരിക്കാം ഇപ്പം സ്വയം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത്. വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ ഉൾപ്പെടെ 12ഓളം പേർക്കെതിരെ കേസെടുക്കണമെന്നാണ്, അവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണമെന്നായിരുന്നു വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ തെളിവുകളുടെ ഒരു അഭാവത്തിൽ ഇത്തരമൊരു ഉത്തരവ് നൽകാനാവില്ലെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു ഹർജി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരുന്നില്ല. പിന്നീടാണ് അടുത്ത ദിവസം ഹർജിക്കാരനായ ഗിരീഷ് ബാബു, അദ്ദേഹം ചില തെളിവുകളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാണ് അത് മതിയായ രേഖകളല്ല, കേസെടുക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്.